ഏതായാലും സ്വാരോജിഷ മന്വന്തരത്തിലെ കഥ നമ്മൾ തുടങ്ങി. രണ്ടാം മന്വന്തരം. ഇന്ദ്രദ്യുമ്നൻ എന്ന മഹാരാജാവിന് മഹാഭാഗ്യം കൊണ്ട് അഗസ്ത്യമുനിയുമായിട്ടുള്ളൊരു ബന്ധുത്വം സാധിച്ചു. അഗസ്ത്യൻ അദ്ദേഹത്തിനെ ശിഷ്യനായിട്ട് സ്വീകരിച്ചു. ഗുരുശിഷ്യന്മാരുടെ വലിയൊരു ലഹള നടക്കുന്ന കാലഘട്ടം അപ്പോൾ അല്ലേ? സർവരും ഗുരുക്കന്മാരാ. ശിഷ്യന്മാരൊരു കുറച്ച് ദിവസമൊക്കെ പോവുള്ളൂ. ഈ വിദ്യയ്ക്കൊരു പ്രത്യേക സ്വഭാവം പറയും. ഒരു പ്രമാണം വിദ്യയ്ക്കല്ല, 3-4 കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചോളൂ. ശ്ലോകം എന്താ അറിയോ? ലബ്ധപുത്രാപതിം വേഷ്ടി. ആളുകൾക്ക് ബന്ധങ്ങളെ നിലനിർത്താൻ സാധിക്കില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ലബ്ധപത്നീ തു മാതരം ലബ്ധവിദ്യാ ഗുരം വേഷ്ടി ലബ്ധാരോഗ്യ ചികിത്സകം ലബ്ധപുത്രാപതിം വേഷ്ടി. ഭർത്താവും ഭാര്യയും തമ്മിൽ അങ്ങേയറ്റത്ത് ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എത്ര കാലമാണത്രേ? മക്കൾ ജനിക്കുന്നത് വരെ. കുപ്പായത്തിൻ്റെ കുടുക്ക് വരെ ഇട്ട് കൊടുക്കണ ഭാര്യ. പിന്നെ 7 മണി കഴിഞ്ഞിട്ടും ചായ വരുന്നില്ല രാവിലത്തെ. എന്തായാലും അതെ, ചായ എവിടെ? അസലായി, എനിക്ക് 2 കൈയും കാലില്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എന്താ എടുത്ത് കുടിച്ചുകൂടെ? ഞാൻ കുട്ടിക്ക് പാല് കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് ഉള്ളു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ശതമാനം വാത്സല്യവും സ്നേഹവും ശ്രദ്ധയും എവിടെ പോകുന്നു? മക്കൾ ജനിച്ചാൽ മക്കളിലേക്ക് പോകുന്നു. എവിടുത്തെ ആളുകളുടെ? മണ്ണാർക്കാട്ടിൽ ഒഴുക്കിയുള്ള ആളുകളുടെ കേട്ടോ, മറ്റു സ്ഥലങ്ങളത്തെ കാര്യമാണ് പറഞ്ഞത്. പിന്നെയോ ലബ്ധപത്നീ തു മാതരം. അമ്മയോടുള്ള ആദരവും സ്നേഹം എത്ര കാലമാണത്രേ? പത്നിയെ കിട്ടുന്നത് വരെ, ഒരു തുണയെ കിട്ടുന്നത് വരെ, അഥവാ ഒരു എണയെ കിട്ടുന്നത് വരെ. കുട്ടി മറ്റന്നാൾ വിഷുവേലയാണ്, വരില്ലേ? അയ്യേ, ഇപ്പം ഇങ്ങനെ വന്നാൽ പറ്റില്ല. അമ്മ എന്തായി പറയണേ? കരുണേട്ടൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ ഇല്ലേ പറഞ്ഞ മൂപ്പര ഒരു കാര്യവും നടക്കില്ല. ഇതാ പറയണത്. 3 മാസമേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോഴേക്കാണ് അതുവരെ എങ്ങനെയാണോ ജീവിച്ചത് അതൊന്നും അറിയില്ല. പക്ഷെ പറയുമ്പോൾ എങ്ങനെയൊക്കെ പറയുന്നത് അറിയണേ, അത്രയും സ്നേഹം. ലബ്ധപത്നീ തു മാതരം ലബ്ധവിദ്യാഗുരും വേഷ്ടി. എന്തെങ്കിലുമായിട്ടൊരു ടെക്നിക്ക് വിദ്യ കിട്ടുന്നവരെ ഗുരുനാഥനോട് വലിയ ആദരവായിരിക്കും. അത് കഴിഞ്ഞാലോ? ഇപ്പോൾ മറ്റേ അദ്ദേഹത്തിന് ഗുരുനാഥന് ഞാൻ അയാളുടെ അങ്ങനെ അദ്ദേഹം ഒന്നും കൂടി പറയില്ല. ലബ്ധ വിദ്യാഗുരും വേഷ്ടി ലബ്ധ ആരോഗ്യ ചികിത്സകം. സൂക്കട് മാറിക്കഴിഞ്ഞാൽ വൈദ്യരെയും ഉപേക്ഷിക്കും. സാമാന്യ ജനങ്ങളുടെ ഒരു സാമാന്യ ജനങ്ങൾ കേട്ടോ, ഭക്തന്മാരുടെയും ഒക്കെ നിയമങ്ങൾ വേറെയാണ്. അവരുടെ ഒരു തലം ഉയർന്നിട്ടാണ്. സാധാരണ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഭക്തന്മാരെ കൂട്ടരുത്, അവർ നിയമത്തിന് അതീതരാണെന്നാണ്. ഒരു ഭക്തൻ എന്ന നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഗ്രഹങ്ങൾക്ക് പോലും അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശനി വഴിയൊന്നും ശരിക്കും പഴിച്ചോളണമെന്നില്ല, അവരുടെ മുമ്പിൽ അത് കുടുങ്ങും. മനസ്സിലായില്ലേ? അനുഭവങ്ങളൊക്കെ വളരെ മോശമായിരിക്കാം ജാതകത്തിൽ, പക്ഷേ അനുഭവത്തിൽ അത് ഉറപ്പാട്ടോ. നമ്മുടെ 1-2 സുഹൃത്തുക്കളായിട്ടൊരു വീട്ടിലൊരു താമ്പൂല പ്രശ്നമുണ്ട്. നമുക്ക് പ്രശ്നം അറിയില്ല കേട്ടോ, ജ്യോതിഷമൊന്നും അറിയില്ല, താല്പര്യമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇവരെല്ലാവരും സ്വാമിയും കൂടി വരണം എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഒഴിവാണ് ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ സ്നേഹപൂർവ്വം നമ്മളീ കുത്തിച്ചടിച്ച് കൊണ്ടുപോയി. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്, പല വിഷയങ്ങളും പറയുന്നു. ആ കൂട്ടത്തിൽ ഇതിന് കാര്യമായിട്ട് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വിദ്വാൻ, സാന്തികനാണ്, കണ്ട ഒരു വളരെ വളരെ ഒതുക്കുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയും മറ്റും പരിശോധിക്കുമ്പോൾ കാർഷിക വൃത്തികളോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വന്നാൽ ചെറിയൊരു കച്ചവടം മുന്നോട്ട് പോവില്ല, കാരണം സാമർഥ്യം കുറവാണ്. അങ്ങനെയാണ് ഗ്രഹനില. അപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അദ്ദേഹം ASI അങ്ങനെ സർക്കാർ സൂര്യൻ്റെ പ്രഭാവം കൂടുതലുണ്ടെങ്കിലാണ് സർക്കാർ ഇതൊക്കെ കിട്ടണതേ. അതെ, അത് കാണാനില്ല അദ്ദേഹത്തിന്. അതെങ്ങനെ അത്ഭുതമായി എന്ന് പറയുകയാണ്. അപ്പോൾ അല്ല, അതെങ്ങനെ നമുക്ക് വിശ്വാസമായില്ല, കാരണം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹങ്ങളുടെ ഘടന കിടക്കുന്നത്. അപ്പോൾ കുത്തി ഇങ്ങനെ ചോദിച്ച് കുറേ വിഷയങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ഒരു കാര്യം മനസ്സിലായി. ഇദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമൃതാനന്ദമയി അമ്മയെ കണ്ടിട്ടുണ്ട്. പോയി 1-2 ദിവസമൊക്കെ താമസിച്ച് പിന്നെ ഇടയ്ക്കൊക്കെ പോവുകയും വരികയും ചെയ്യും. അവിടുത്തെ ഒരു മന്ത്രോപദേശമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവിടുത്തെ നിർദ്ദേശപ്രകാരം സഹസ്രനാമം ശീലിച്ചു, അത് നിത്യം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഈ വിദ്വാൻ എപ്പോഴും ഈ നീതിന്യായ കാര്യങ്ങളിൽ വലിയ ഇഷ്ടമാണ്, ആരാധനയും. അങ്ങനെ നീതി നിർവഹണം എന്നത് ഒരു ധർമ്മമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. അങ്ങനെ അതിനെ തന്നെ ചിന്തിച്ചു ആഗ്രഹിച്ച് കഴിഞ്ഞ് കൂടി പോന്നു. ഏതായാലും കറങ്ങി തിരിഞ്ഞ് സെലക്ഷന് പോകാനുള്ള പ്രേരണയൊക്കെ തോന്നി. സത്യത്തിൽ ഇദ്ദേഹം ഉദ്ദേശിച്ചില്ല, വേറെ ആളെ വഴി കാണിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പോയി പുള്ളിക്കാരനും ഒരു അപേക്ഷയൊക്കെ കൊടുത്തു. എന്തിനു വേണ്ടി? എന്തായാലും ആളകത്ത് കയറി എന്ന് പറയണം. അപ്പോൾ എന്താണ് അതിൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ,
നമ്മുടെ ജാതക ഫലങ്ങളും കാര്യങ്ങളൊക്കെ സാമാന്യ ജനങ്ങൾക്കാണ് ബാധിക്കുക. ഒരു ഭക്തൻ എന്ന നിലയിൽ ഉയർന്നു കഴിഞ്ഞാൽ ഒരു ഗുരുകൃപ, ഒരു ഗുരുവിൽ നിന്ന് വിധിപ്രകാരം അനുഗ്രഹത്തോടുകൂടി ദീക്ഷ വാങ്ങിയ ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലവര മാറും എന്ന കാര്യത്തിന് സംശയമില്ല. അപ്പോൾ അഗസ്ത്യമുനിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ആർക്ക്? ഇന്ദ്രദ്യുമ്നൻ എന്ന മഹാരാജാവിന് മന്ത്രോപദേശവും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം അഗസ്ത്യമുനി ഇദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് വന്നു. പിന്നെ സാധനയൊക്കെ എങ്ങനെയുണ്ട് നോക്കട്ടെ എന്ന് വെറുതെ ഒരു പരീക്ഷണം അങ്ങനെ ആയിട്ട് മിന്നൽ പരിശോധന നടത്തുമ്പോൾ ആരെങ്കിലും ഞായറാഴ്ച 10-ാം തീയതി ഒരു 8-9 മണിയോടുകൂടി തൻ്റെ വീട്ടിൽ മിന്നൽ പരിശോധനയ്ക്ക് വരുന്നുണ്ടോ ഞങ്ങൾ അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞാൽ അത് മിന്നൽ പരിശോധനയല്ലേ അല്ലേ? അപ്പോൾ സംഘത്തിലുള്ള ആരെങ്കിലും ചോർത്തി കൊടുക്കേണ്ടാവും വേണമെങ്കിൽ അത് സംഭവിക്കാം. പക്ഷേ മെയിനായിട്ടുള്ള വ്യക്തി ഒരിക്കലും അറിയിക്കില്ല. അതിനെയാണല്ലോ മിന്നൽ പരിശോധന എന്ന്. അങ്ങനെ പെട്ടെന്നൊരു പരിശോധനയായിട്ട് അറിയിക്കാതെ കണ്ട് വന്നു. അപ്പോൾ രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് പൂജാമുറിയിൽ ഇരുന്നാൽ അർച്ചനയൊക്കെ കഴിഞ്ഞ് ഒന്നിങ്ങനെ ധ്യാനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ്. കുറച്ച് ജപമൊക്കെ കഴിഞ്ഞ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? ഒന്ന് ചലനമില്ലാതിരിക്കണം, മൗനമായിട്ട് ഇരിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ മന്ത്രതരംഗങ്ങൾ നമ്മുടെ മനോബുദ്ധി ഇന്ദ്രിയങ്ങളിലേക്ക് ആഴ്ന്ന് ലയിക്കുള്ളൂ. അപ്പോൾ ചിന്മത്ര പിടിച്ച് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാമണ്ഡലത്തിൽ ഇരുൾ വീണതായിട്ട് കാണാൻ സാധിച്ചു എന്നാണ്. അപ്പോൾ ഓറയെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? പ്രഭാമണ്ഡലത്തിന് പറയുന്ന മറ്റൊരു പേരാണല്ലോ ഓറ. അപ്പോൾ ഇത് മഹാത്മാക്കൾക്ക് സാധാരണ നേത്രങ്ങൾ കൊണ്ട് തന്നെ ഒരാളുടെ പ്രഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ശോഭ എത്രയുണ്ട്. നമ്മൾ സാധന ചെയ്യുന്ന ആളുകൾക്ക് അത് വേറെ, പ്രത്യേകിച്ച് അവരുടെ കണ്ണുകൾക്കും മുഖത്തിനൊക്കെ ഒരു സ്ത്രീത്വം കൂടുതലുണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇരുൾ വീണതായിട്ട് കണ്ടു. അപ്പോൾ കർമ്മപ്രാരബ്ധങ്ങളുടെ വലിയൊരു കെട്ട് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ബാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ 1-2 ജന്മം അനുഭവിക്കേണ്ടി വരും ഇങ്ങനെ ഒരു കോലത്ത് പോയി കഴിഞ്ഞാൽ. അത് മാത്രമല്ല വലിയ ദുരിതം അനുഭവിക്കാണ്ടല്ലോ. അപ്പോൾ രാജാവും കൂടി ആകുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം? ബന്ദിയാക്കപ്പെടാം അല്ലേ? ആക്രമണത്തിൽ വധിക്കപ്പെടാം. പല ദുരിതങ്ങളും വരും. ദുരിതത്തിനുള്ള സാധ്യത നല്ലോണം കാണുന്നുണ്ട്. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇവനെ ഒന്ന് വിഷമിപ്പിക്കണം. അങ്ങനെയാണ് മഹാഗുരുക്കന്മാരെ എപ്പോഴും വാത്സല്യമുള്ള ശിഷ്യന്മാരെ വിഷമിപ്പിക്കും. അതവർക്കൊരു സാഡിസമൊന്നുമല്ല, കാരുണ്യമാണ്. കാരണം താൻ മനസ്സാ ചിന്തിക്കാത്ത കാര്യത്തിൽ ആരോപിക്കപ്പെട്ട് സംഘർഷമുണ്ടാക്കി വിഷമിപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളു തപിക്കും. അതോടുകൂടിയിട്ട് അനേക കാലം അനുഭവിക്കേണ്ട ദുരിതങ്ങൾ ഇല്ലാതാവും. ഇതൊരു സൂത്രമാണ്. സദ്ഗുരുക്കന്മാരത് ചെയ്യും. ഗുരുക്കന്മാരെ പ്രാഗുമായിരിക്കാം, കുഴപ്പമില്ല, അവരത് മൈൻഡ് ചെയ്യില്ല. രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു കാരുണ്യമാണ് ഉള്ളിലുണ്ടാവുക എന്നാണ്. അപ്പോൾ ഇദ്ദേഹം ദേഷ്യം ഭാവിച്ചു, ഓ ഞാൻ വന്നവിടെ നീ കണ്ടില്ല അല്ലേ, അപ്പോൾ നീ വലിയൊരാളാണ്, ആനയ്ക്കാണ് എല്ലാവരും ചെറുതായി കാണുന്നൊരു സ്വഭാവം എന്ന് ദേഷ്യം ഭാവിച്ചുകൊണ്ട് ഗജമായി തീരട്ടെ, ആനയായി തീരട്ടെ എന്ന് ശപിച്ചു എന്നാണ്. ഈ ശാപം കിട്ടിയ മാത്രയിൽ ഭാവമൊക്കെ മാറി ഇദ്ദേഹം ആനയായി. പക്ഷേ മഹാരാജാവാണ് ആനയത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു പ്രൗഢി എന്തായാലും ഉണ്ടായിരുന്നു എന്ന് പറയണേ. ഇപ്പോൾ മൃഗങ്ങളിൽ തന്നെ വൈശിഷ്ട്യമുണ്ടാവാം. ഇപ്പോൾ സാധാരണ നാട്ടുമ്പുറത്തൊക്കെ ധാരാളം പട്ടികളുണ്ടാവും. പക്ഷേ ഇപ്പോൾ ജയലളിത വളർത്തുന്ന പട്ടി ഒന്ന് വേറെ തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ അതേമാതിരി ഓരോ ഇത്തിരി പ്രൗഢിയും സൗകര്യങ്ങളും കൂടുതലുള്ള ആളുകൾ അപ്പോൾ എല്ലാ പട്ടിയും പട്ടിയാണ് എന്നാൽ എല്ലാ പട്ടിയും പട്ടിയല്ല അല്ലേ? അതേമാതിരി ആനകൾ കുറേ ഉണ്ടാവാം. പക്ഷേ എല്ലാ ആനയും സാധാരണ ചിലർക്കൊരു വ്യക്തി, ഇപ്പോൾ ഗുരുവായൂർ കേശവന് പ്രാധാന്യം ഉണ്ടല്ലോ, ഉണ്ടായില്ലേ? പത്മനാഭന് പ്രാധാന്യം ഇല്ലേ? ഓലോ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ തമിഴ്നാട്ടിൽ ഈയിടെ നമ്മൾ പോയ സമയത്ത് അവിടെ ഒരാൾ വന്ന് പരിചയപ്പെട്ടിട്ട്, മലയാളത്തുകാരാ കേരളക്കാരങ്ങളാ, രാമേന്ദ്രൻ എപ്പോൾ വരും? ഏത് രാമേന്ദ്രൻ? അങ്ങനെ ചെച്ചി മൂപ്പര് കിട്ടുന്നില്ല. അപ്പോൾ ഒപ്പമുള്ളവൻ പറഞ്ഞു മൂപ്പര് ആന കമ്പക്കാരനാണ് തോന്നുന്നു, തെച്ചിക്കോട്ട് അതാണെന്നാണ് പറഞ്ഞത്. അതാ പറയണത്, ഒരു ആരാധനയാണ്. അപ്പോൾ എന്നതുപോലെ ഇദ്ദേഹം ആനയായപ്പോഴും ഗജങ്ങളുടെ ഇടയിൽ ആ ഇന്ദ്രത്വം അദ്ദേഹത്തിന് അങ്ങനെ ഗജേന്ദ്രനായി. ഒരു പ്രഭാവശാലി, ഒരു സൗന്ദര്യവാൻ, ഒരു ശക്തിശാലി ആവുമ്പോൾ ധാരാളം ആരാധകരവരെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ ധാരാളം പിടിയാനകളും കാട്ടിലെ മറ്റു മൃഗങ്ങളുമൊക്കെ ഇദ്ദേഹത്തിനെ ഒരു പ്രഭുവായിട്ടും ഒരു നേതാവായിട്ടും കണ്ട് എല്ലാവരും അദ്ദേഹത്തിന് മുമ്പിൽ അടങ്ങി അങ്ങനെ ഇരിക്കണം. അങ്ങനെ ഉന്മത്താവസ്ഥയിൽ മതിമറന്നുകൊണ്ട് താൻ അജയ്യനാണ് എന്നൊരു ഭാവത്തിൽ ഇങ്ങനെ ആ പ്രഭാവത്തോടുകൂടി ഇങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജലദൗർലഭ്യമുണ്ടായി. ആ കാലത്ത് മഴ പെയ്യാതെ വല്ലാത്ത വിഷമുണ്ടായി. അപ്പോൾ ചില കുരങ്ങന്മാരും മറ്റും മുഖേന കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന ഇവർ മുഖേന ത്രികൂടപർവ്വതത്തിൻ്റെ മധ്യത്തിലൊരു തടാകമുണ്ട്. അവിടെ വെള്ളം പറ്റില്ല, ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് എപ്പോഴും. അതിനെ പറ്റിയിട്ടുള്ളൊരു മെസ്സേജ് അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ പിടിയാനകളും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും ഒക്കെ പാടെ കൂടിയിട്ട് നേരെ ത്രികൂടാചലത്തിലേക്ക് ചെന്നു.
അവിടെ പോയപ്പോൾ മനോഹരമായിട്ടുള്ള വെള്ളം, എന്താ അതിൻ്റെ അടിയിൽ കിടക്കണ, ആരോ കുളിക്കാൻ വന്നിട്ടുണ്ട് തോന്നുന്നു, നാണയം വീണ് കിടക്കണ്ട, അതിൻ്റെ നമ്പർ വരെ കാണുക, അത്ര വ്യക്തതയാണ്. നേരെ അങ്ങോട്ട് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചാടി കളിച്ച് കുളിച്ച് തുമ്പിയിൽ വെള്ളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റി, അങ്ങനെയാണല്ലോ വെള്ളത്തിൽ അല്ലേ, കരി കളക്കിയ കുളം പോലെ എന്ന് പറഞ്ഞ കാര്യം അങ്ങനെയാണ്. ചില കുട്ടികളും അങ്ങനെയാണല്ലോ, കുളത്ത് പോയി കഴിഞ്ഞാൽ കയറില്ലല്ലോ. അതെ, ആനയ്ക്ക് പ്രത്യേകതയുണ്ട്, വലിയ പ്രയാസമാണ് വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാൽ കയറാൻ. അത്ര കാരണം എന്താ പറയുക, ഒരു ഉഷ്ണജീവിയാണ് ആന, ശരീരത്തിന് ഉഷ്ണം ജാസ്തിയാണ്. ആനപ്പുറത്ത് കയറിയവരുണ്ടെങ്കിൽ അറിയാം, കുറച്ച് നേരം പുറത്ത് കയറി ഇരിക്കുന്നത് കാണാനൊക്കെ സുഖമാണ്, പക്ഷേ ചുട്ടിട്ടുണ്ടല്ലോ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പ്രശ്നമാണ്, അത്ര ഉഷ്ണജീവിയാണ് ആന എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീറ്റി കളിച്ച് എല്ലാവരും കയറി പോണു. അവസാനം ഇദ്ദേഹവും കൂടി ഗജേന്ദ്രനും കയറാൻ നിന്നപ്പോൾ കാലുമ്പിൽ എന്തോ ഒരു സാധനം കടിച്ചു. വലിയൊരു ശരീരത്തിൽ ചെറിയൊരു കടി, ഒരു വലിയ പ്രശ്നമൊന്നുമില്ല, കുടഞ്ഞു, പെടാ അത് പോണില്ല. അപ്പോൾ ഒന്നുകൂടി അങ്ങനെ നോക്കിയപ്പോൾ ഒരു മുതലാ പോഴാന്ന് പറഞ്ഞ് തട്ടിയപ്പോൾ അതൊന്നുകൂടി കടി മുറുക്കിയപ്പോൾ വേദന എടുത്തപ്പോൾ നിലവിളി വന്നു കേട്ടോ. ആവുന്നതും ഒന്ന് അല്ലേ, അങ്ങനെ സഹിക്കുമല്ലോ, സഹി കെടുക്കുമ്പോൾ അറിയാതൊരു വിളി വരും. അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, എന്താ? ഒന്നുമില്ല, ഒരു ബാലൻസ് തെറ്റിയ ചേറ്റിൽ കാലൊന്ന് പൊന്തിയിട്ടേ, ഒന്ന് പിടിക്കണോ? വേണ്ട, എന്നാ ഒന്ന് പിടിച്ചോളൂ. അങ്ങനെയാണ് ഗൗരവം വിടില്ല ചെല്ലേ. അങ്ങനെ ആ തുമ്പിയൊന്ന് കാട്ടി വലിച്ചപ്പോൾ അവനെയും ഇവനെയും കൂടിയിട്ട് വലിക്കാൻ തുടങ്ങി. മുതലേക്ക് വെള്ളത്തിൽ ശക്തി കൂടുതലാണ്. അപ്പോൾ മറ്റേവൻ നിലവിളി കൂട്ടി, കുറച്ച് അപകടമാണ്, ഒന്ന് സഹായിക്കും കൂട്ടരേ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് നിരനിരയായിട്ട് വാലുമ്പിൽ തുമ്പി, തുമ്പിയുമ്പിൽ വാല്, വാലുമ്പിൽ തുമ്പി, തുമ്പിയുമ്പിൽ വാല്, അങ്ങനെ തീവണ്ടിയുടെ ബോഗി മാതിരി ഒരു നിര ഇങ്ങോട്ട് പിന്നാലെ കൂടി വലിച്ചിങ്ങോട്ട് മുകളിലേക്ക് കയറ്റുമ്പോൾ ഇവൻ നേരെ തിരിച്ചു വലിച്ച ഒരു കുടയെല്ലാം ഇങ്ങോട്ട് കുടഞ്ഞപ്പോൾ പിട്ടുപിടുന്ന തന്നെ ഈ കൂട്ടുകാർ കുറേ ആനകളൊക്കെ ഇങ്ങോട്ട് ചൂട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. ഇത് ഈ വെള്ളത്തിലുള്ള കടികൂടിയ മുതലേ കണ്ടു, ലേശം രക്തം പുറത്തേക്ക് ചാടി തുടങ്ങിയിരുന്നു. മറ്റു മുതലകൾക്ക് പേടിയായി. അവരെന്ത് ചെയ്തറിയോ, ഈ ചങ്ങാതി ഇനി കടി വിട്ടിട്ട് തങ്ങളെ കടിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെയാണല്ലോ, വലിയൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ആരും അവനവൻ്റെ തടി കാക്കുകയല്ലേ ചെയ്യുക. അങ്ങനെയാണല്ലോ, എല്ലാവരും സ്വരക്ഷ അങ്ങോട്ട് ഓർത്തുകൊണ്ട് ഓടി. ഇദ്ദേഹം ഒറ്റയ്ക്കായി എന്ന് പറയണം. സഹിക്കവയ്യാത്ത വേദന. എന്താ അപ്പം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പെട്ടത് ഞാൻ എന്ന നിലയിൽ ദുഃഖിച്ച് പരവശനായിക്കൊണ്ട് കണ്ണടച്ച് നിലവിളി കൂട്ടി പ്രാർത്ഥിച്ചു വന്നു. മനസ്സ് ഏകാഗ്രമായി താൻ മാത്രം എന്നൊരു നിലയിൽ ഒറ്റപ്പെട്ടപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ചില തെളിച്ചങ്ങൾ ഉണ്ടാവുക. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് പൂർവ്വജന്മസ്മൃതി ഉണ്ടായി എന്നാണ്. ആ പൂർവ്വജന്മസ്മൃതിയിൽ താനൊരു സാധകനായിരുന്നു എന്നും ഗുരുവിൻ്റെ അനുഗ്രഹപ്രകാരം ചില ഉപദേശങ്ങൾ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും ആ ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ ചില അനുഭവങ്ങളും അനുഭൂതികളും കിട്ടിയിട്ടുണ്ട് എന്നും ഒക്കെയുള്ള സ്മരണ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായി എന്നാണ്. അങ്ങനെ ആ ഓർമ്മയോട് കൂടിയിട്ട് ഭഗവാനെ അങ്ങോട്ട് സ്മരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. ആ ഭഗവാനെ സ്മരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഭഗവാൻ പ്രത്യക്ഷീഭവിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്ന ചില ദൃശ്യങ്ങൾ ഭാവനയിൽ കാണാം. നേരിട്ട് കണ്ടിട്ടില്ല, ഉൾക്കണ്ണിൽ ഭാവനയിൽ കാണാൻ സാധിച്ചു എന്നാണ്. പിന്നെയോ ഓം നമോ ഭഗവതേ തസ്മൈ ഏതച്ചിതാത്മകം പുരുഷായ ആദിബീജായ പരേശായാഭിധീമഹി യസ്മിന്നിദം യതച്ഛേദം യേനേദം യയദം സ്വയം യോ അസ്മാൽ പരസ്മാച്ച് പരസ്സം പ്രബദ്ധേ സ്വയംഭുവം. യാതൊരു ചൈതന്യത്തിൻ്റെ വിശേഷം കൊണ്ടാണോ എല്ലാം പ്രവർത്തനക്ഷമമാകുന്നത്, പ്രകാശിക്കുന്നത്, ആ സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ഞാൻ അങ്ങേ നമിക്കുന്നു, അനുഗ്രഹിക്കണേ എന്ന നിലയിലൊക്കെ ആ ഭഗവാനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. നമോ നമസ്തുഭ്യം അസഹ്യവേദ ശക്തിത്രയായാഖില ധീഗുണായ പ്രപന്നപാലായ ദുരന്തശക്തയേ കതീന്ദ്രിയാണാം അനവാപ്യവത്മനേ. ആ ഭഗവാനെ, എല്ലാത്തിനും ആധാരമായിരിക്കുന്ന അവിടുന്ന് അടിയനെ ഇത്രയും അധികം വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് കാത്ത് കാലമാകുന്ന സന്ദർഭത്തിൽ അതിനെ സംഹരിക്കുന്ന
ഇരിക്കുന്ന അങ്ങക്ക് അങ്ങയുടെ ലീല അല്ലേ, ആ ലീലയുടെ ആ വൈഭവം ആലോചിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വലിയ കാര്യമാണോ? അതുകൊണ്ട് ഞാൻ ഇതാ വിഷമിച്ചിരിക്കണോ, എന്നെ രക്ഷിക്കില്ലേ? എടാ എടാ കുഞ്ഞുട്ടാ, എടാ മണ്ടത്തലേ മണ്ടരുത്, സ്വാമീൻ്റെ എന്നാലേ മുട്ടായി തരുള്ളൂ കേട്ടോ. അങ്ങനെ അതിൽ ആ ഭഗവാൻ ആകാശം അങ്ങോട്ട് ആ തെളിച്ചത്തോടുകൂടി അങ്ങോട്ട് ആക്കിയിട്ട് അതിൻ്റെ മധ്യഭാഗത്തിൽ ഗരുഡാരൂഢനായിട്ട് അങ്ങോട്ട് പ്രത്യക്ഷനായി എന്ന് പറയണം. ആ ഭഗവാൻ പ്രത്യക്ഷനായി കഴിഞ്ഞാൽ ഭഗവാൻ ഇപ്പം എന്താ കൊടുക്കുക? നിവേദ്യം കൊടുക്കാനില്ല, വെള്ളത്തിൽ പെട്ട് കിടക്കുക. ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതേ. പത്രം ഇല, പുഷ്പം ഫലം എന്തെങ്കിലും പഴങ്ങൾ, തോയം വെള്ളം. വെള്ളം മതി എന്നാ പറയണത്. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. വാരി എന്ന് പറഞ്ഞ വെള്ളമാണ്. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ശ്രദ്ധയോടു കൂടിയിട്ട് വെറും വെള്ളമാണെങ്കിലും ഭക്തൻ തന്നാൽ എനിക്കത് അമൃതമാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഹരേ, ഞാനിപ്പോൾ എന്താ ചെയ്യാൻ നോക്കിയപ്പോൾ മനോഹരമായിട്ടുള്ള ആ താമരകൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നതായിട്ട് കണ്ടു. ആ ഉള്ള ഊക്കൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ചാഞ്ഞിട്ട് തുമ്പിയോണ്ട് അതൊന്നും അങ്ങോട്ട് പഠിച്ചു, ഒരു 3-4 എണ്ണം അങ്ങോട്ട് ആ ഭഗവാന്റെ പാദത്തിലേക്ക് അങ്ങോട്ട് അർച്ചനയായിട്ട് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തതെന്ന് പറയാം. അവിടേക്കും ഭഗവാൻ ചാടി ഇറങ്ങി. എന്നിട്ടോ തൻ്റെ ചക്രത്തെ പ്രവർത്തിപ്പിച്ചു. ആ ചക്രം നേരെ ചെന്നിട്ട് ആ മുതലയുടെ ഗളം ഛേദിച്ചു എന്നാണ്. അതിലൊരു തത്വം പറയും, എന്തറിയോ? പ്രത്യക്ഷപ്പെട്ടത് ഇന്ദ്രദ്യുമ്നന് വേണ്ടിയിട്ടാണെങ്കിലും ഗജേന്ദ്രന് വേണ്ടിയിട്ടാണെങ്കിലും ആദ്യം മുക്തി കിട്ടിയത് മുതലയ്ക്കാണ് അല്ലേ? അങ്ങനെയാണല്ലോ ഇല്ല. അതിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തൻ്റെ പാദത്തെ ആശ്രയിച്ചവനെ ഭഗവാൻ ആദ്യം അനുഗ്രഹിക്കുന്ന. മനസ്സിലായില്ലേ? മഹാത്മാക്കളുടെ പാദത്തെ ആര് വീണ് നമസ്കരിക്കുന്നുവോ അവർക്ക് പെട്ടെന്ന് കാര്യസാധ്യം ഉണ്ടാവും എന്നാണ് അതിൻ്റെ വേറൊരു ഗൂഢമായിട്ടുള്ള തത്വാർത്ഥം. പിന്നീട് തമ്മിൽ പരിചയപ്പെട്ടു. ഭഗവാനെ സ്തുതിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പൂർവ്വജന്മത്തിൽ ഞാൻ ഹൂ എന്ന പേരുള്ളൊരു ഗന്ധർവനായിരുന്നു. സൗന്ദര്യാഭിമാനം കൊണ്ട് ഈ ആളുകളെ പരിഹസിക്കാൻ പാടില്ല. പരിഹസിക്കുന്നതിന് വലിയ സന്തോഷം കിട്ടിയാലും അത് അനുഭവിക്കുന്ന ആളുടെ വേദന ചെറുതാവില്ല അല്ലേ? അത് ചിലപ്പോൾ അതിൻ്റെ ഒരു ശാപതരംഗങ്ങൾ. അങ്ങനെ 1-2 ഋഷിമാരെ വർത്തമാനം പറഞ്ഞങ്ങ് നടക്കണപ്പോൾ ഈ വിദ്വാൻ ഗന്ധർവനാണ്. ഇപ്പോൾ അറിയാലോ, സ്വരം ഗംഭീരമായിരിക്കും, സൗന്ദര്യം അപാരമായിട്ടുള്ള സൗന്ദര്യമായിരിക്കും. അപ്പോൾ ഒന്നിങ്ങനെ ആക്കി ചിരിച്ചതെന്ന് മാത്രമല്ല 1-2 കമൻസും കൂടി മുപരവാകാം. അത് കേട്ട സ്വാമിക്ക് അത്രയും കണ്ട് ഇഷ്ടമായില്ല. നമുക്ക് സൗന്ദര്യാഭിമാനം കൊണ്ട് എല്ലാവരെയും നീ ഒരു ഒന്ന് ആക്കി അത് അധികം കാലം നീ ഇതിൻ്റെ ഫലം അനുഭവിക്കണം, ഭയങ്കര രൂപിയായി തീരട്ടെ എന്നാണ്. അറയ്ക്കുകയും വെറുക്കുകയും ചെയ്യുന്നൊരു രൂപമാണ് മുതലേട്. കരുത്തുണ്ട്, പക്ഷേ അറയ്ക്കുകയും വെറുക്കുകയും ചെയ്യുന്ന രൂപമാണ്. പൂച്ചേനെ വളർത്തിയെന്ന് വരും, പട്ടീനെ വളർത്തിയെന്ന് വരും. ഇരിക്കട്ടെ 2 മുതല കുട്ടിയെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വീട്ടിൽ മുതലേനെ വളർത്താറുണ്ടോ? കാരണം അത് ആ രൂപം കണ്ടാൽ തന്നെ പേടിയാണ്. അതെ, അങ്ങനെ വെള്ളത്തിൽ കഴിഞ്ഞു കൂടാനിട വന്നു. അപ്പോൾ ആ മഹർഷിയുടെ മനസ്സൊന്ന് തണുക്കുന്നവരെ ഇരുന്നു. അതിന് ശേഷം സാഷ്ടാംഗം പ്രണമിച്ച് പറഞ്ഞു, അപരാധമാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഭാവം മാറും, എനിക്കറിയാം. അങ്ങയുടെ ശാപം ഫലിക്കും. എത്ര കാലം ആളുകളുടെ ഈ വെറുപ്പും ഭയവും അനുഭവിച്ചുകൊണ്ട് ഞാനിങ്ങനെ വെള്ളത്തിൽ കഴിഞ്ഞു കൂടണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം 2-ാം മന്വന്തരത്തിൽ ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് ഗജേന്ദ്രനായിട്ട് രൂപം പ്രാപിച്ചു വരുമ്പോൾ അദ്ദേഹത്തിനെ കാത്തിരിക്കുക. അദ്ദേഹത്തിനെ പിടികൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിളിയിൽ ഭഗവാൻ വന്നിട്ട് അപ്പോൾ നമുക്ക് 2 കാര്യമായി. ഭഗവാനെയും കാണാൻ സാധിക്കും, ഇന്ദ്രദ്യുമ്നനെ കാരണക്കാരനാവും എന്ന് പറഞ്ഞു. അന്ന് മുതൽക്ക് ഈ സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു ഇദ്ദേഹം. അങ്ങനെ ആ ദിവസം സംജാതമായി എന്ന് പറഞ്ഞു. വലിയ സന്തോഷമായി, തിരിച്ചുപോയി. അപ്പോൾ ഈ പറയുന്ന കൂട്ടത്തിൽ എന്തറിയോ, മഹാത്മാക്കളുടെ അനുഗ്രഹമാണ് അവർ തരുന്നതായിട്ടുള്ള പ്രസാദങ്ങൾ. ആ പ്രസാദം എന്തായിക്കോട്ടെ, പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മാനിക്കണം, ആദരവോടുകൂടി അതിനെ സ്വീകരിക്കണം. ഇപ്പം ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ, പൂജാമുറി പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ കണ്ടു നിറയെ കിടുകിടുന്ന് തന്നെയുള്ള ചുരുളുകൾ, ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഇലച്ചുരുൾ ഇങ്ങനെ മടങ്ങി നിൽക്കുക. ഇതെന്താ അമ്മേ ഇത്? സ്വാമി, ഇത് മൂകാംബികയിലത്തെയാണ്, ഇത് ഞങ്ങളുടെ അവിടുത്തെ ഭഗവതിയുടെ, ഇത് പരിയാനംപറ്റയിലത്തെയാണ്, ഇത് ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിലത്തെയാണ്.
ഓരോ സ്ഥലത്തെ പ്രസാദങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ചുരുണ്ടിങ്ങനെ ഉണങ്ങിയിട്ട് ഇങ്ങനെ അതാണ് കൊട്ടത്തേങ്ങ വാട്ടിയമാതിരി അങ്ങനെ ഇരിക്കുകയാണ്. അത് പാടില്ല. അതിൽ പൂവോ ചന്ദനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വയ്ക്കുന്ന പുഷ്പങ്ങൾ, ഇപ്പോൾ തുളസിയോ തെച്ചിയൊക്കെ ആണെങ്കിൽ അകത്തേക്ക് കഴിച്ചാലും കേടില്ല, നല്ല സാധനങ്ങളാണ്, ഔഷധ ഗുണമുള്ളതാണ്. അല്ലെങ്കിൽ ചൂടാം, വിരോധമില്ല. ചന്ദനമൊക്കെ ആണെങ്കിൽ നല്ല ചന്ദനമൊക്കെ ആണെങ്കിൽ ഒരു അളുക്കിലേക്ക് ഭംഗിയായിട്ട് മാറ്റി വയ്ക്കുക. അതല്ല വാങ്ങിയതൊക്കെ ഉണ്ടാക്കുന്നതായിട്ടുള്ള അരളി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണെങ്കിൽ ഔഷധി ശക്തി അത്ര ഇതുള്ളതായിട്ട് പറയില്ല. അപ്പോൾ അതിനെ ഒരു കാഴ്ച പുഷ്പങ്ങളാണ് ചിലതൊക്കെ. അപ്പോൾ അതൊക്കെ പാടുകൂടി എന്ത് ചെയ്യാം, വല്ല തുളസി ചൂടിലോ തെങ്ങിൻ്റെ തടത്തിലോ തെച്ചിയുടെ ഇടയിലോ ഇനി കൂർക്കപ്പാത്രയുടെ ഇടയിലാലും കുഴപ്പമൊന്നുമില്ല, എവിടെയെങ്കിലും അതിനെ ഭംഗിയായിട്ട് ചവിട്ടി അനാദരിക്കാൻ ഇടയില്ലാതെ ഒരു വ്യവസ്ഥയോട് കൂടിയിട്ട് അതിനെ മാറ്റുക, മുറി ക്ലീനാക്കി വയ്ക്കുക. അത് പ്രധാനമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അതേമാതിരി ചിലർ റിലേ തൊഴുന്ന ആൾക്കാരുണ്ട്. റിലേ ഇവിടെയും പോയി അപ്പുറത്ത് കൃഷ്ണൻ്റെ അടുത്തും പോയി കാളിൻ്റെ അടുത്തും പോയി അങ്ങനെ പോകും. അപ്പോൾ ഓരോ സ്ഥലത്തും കിട്ടിയ പ്രസാദങ്ങളൊക്കെ ബാഗിലോ അല്ലെങ്കിൽ മടിയിലൊക്കെ ആയിട്ട് വെച്ച് പോകും. അപ്പോൾ സത്യത്തിൽ അത് വലിയ അപരാധമാണ്. എന്തറിയോ, ഒരു സ്ഥലത്തു നിന്ന് കിട്ടിയ പ്രസാദം നിവേദ്യം എന്നത് അതിന് വേറൊരു നാലമ്പലത്തിനകത്തേക്ക് പോകുമ്പോൾ അവിടെ അശുദ്ധാവുന്നതാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൽ തന്നെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വെച്ചിട്ട് കഴിക്കേണ്ട സാധനമാണെങ്കിൽ പുറത്ത് വന്നിട്ടേ കഴിക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഗർഭഗൃഹത്തിന് മുമ്പിൽ വെച്ച് കഴിക്കാൻ പാടില്ല. മലരായിക്കോട്ടെ എന്ത് സൈക്കോട്ടെ ഇവിടെ വെച്ച് ക്രമമായിട്ടുണ്ടോ, പുറത്താണ് വെച്ചിരിക്കുന്നത്, അത് നന്നായി, അതൊരു രീതിയാണ്, അങ്ങനെ പാടൂന്നാണ് പറയുക. അപ്പോൾ ഇതൊക്കെ കർമ്മവൈകല്യത്തെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ചോദിച്ചു, സ്വാമി എന്തിനാ ഇപ്പോൾ ഈ പ്രസാദത്തെ പറ്റിയിട്ട് ഇങ്ങനെ വർണ്ണിക്കണേ? അതാ പറഞ്ഞതേ, പണ്ട് ഒരു വിദ്വാന് പ്രസാദം കിട്ടിയിട്ട് വേണ്ട രീതിയിൽ അതിനെ മാനിക്കാൻ സാധിക്കാത്തത് കൊണ്ട് സർവം നഷ്ടപ്പെട്ടിട്ട് ഗതികെടേണ്ടതായിട്ട് വന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ആർക്കാ അങ്ങനത്തെ അനുഭവം ഉണ്ടായി? അത് കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പറയണത്, പണ്ട് നന്ദനോദ്യാനത്തിൽ സ്വർഗസുന്ദരിമാരെ എല്ലാവരും ചേർന്നിട്ടങ്ങനെ സല്ലപിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വിടർന്നു നിൽക്കുന്ന പാരിജാത പുഷ്പങ്ങളും നല്ല വെള്ള ചെന്താമര വെള്ള ഇതുണ്ടല്ലോ, നന്ദിയാർവട്ടം, അങ്ങനെയൊക്കെയുള്ള ചില പുഷ്പങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഓരോരുത്തർക്കും ഓരോന്നാണ് തോന്നുക. അപ്പോൾ എന്താ പറയുക, കോവിഡ് കാലമായതുകൊണ്ട് അങ്ങനെ. അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്താഹത്തിന് വരുന്ന ആളുകൾ എല്ലാവരും സപ്താഹം പന്തലിലിരിക്കുമോ? ഇല്ല. ചിലർ മെല്ലെ അടുക്കളയിലേക്കൊന്നും അങ്ങനെ പോകും. എന്താന്നിപ്പോൾ കഷ്ണം അത്തന എവിടുന്ന ഞാൻ ഞാളാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നുറുക്കാനോ പിടിക്കാനോ കൂടും. അങ്ങനെയാണല്ലോ. ചിലർ വൃത്തികേടായി കിടക്കുന്ന ഡെസ്കോ ബെഞ്ചോ കണ്ടു കഴിഞ്ഞാൽ അതിനൊക്കെ ഒന്ന് ചിട്ടയാക്കി ഒന്ന് അങ്ങനെയാണ്. പാത്രം കഴുകാൻ എന്തെങ്കിലും കൂടും. ചില ആളുകൾ എന്താ ചെയ്യുക, കുറേ ആളുകൾ പൂവ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കുറച്ച് തിരുമേനയോടെ ഒന്ന് കണ്ണുകാട്ടി ചോദിച്ചു വാങ്ങിയിട്ട് ഒരു കസേരയിട്ട് അതിനൊക്കെ മാല കോർക്കുക. ഓരോരുത്തർക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ ഇവർ അതിമനോഹരമായിട്ടുള്ളൊരു മാല ഉണ്ടാക്കി. അപ്പോൾ ഈ കെട്ടിയുണ്ടാക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കാനാണ് ഇഷ്ടം അല്ലേ? ഇപ്പോൾ വാര്യന്മാരോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്പീശനോ ഷാരടിയോ ഒക്കെ അമ്പലവാസികളായിട്ടുള്ള ആളുകൾ നന്നായിട്ട് മാലയൊക്കെ കെട്ടിയുണ്ടാക്കും. ഏതെങ്കിലും ഒരു വാര്യരോ ഷാരടിയോ ഉണ്ടമാല കഴുത്തിലിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് കെട്ടിയിട്ട് ഭഗവാന് കൊടുക്കുകയാണല്ലോ പതിവ് അല്ലേ? അപ്പോൾ ഇതിങ്ങനെ കെട്ടിയുണ്ടാക്കിയപ്പോൾ ഇവർക്ക് തോന്നി ഇത് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണം. അപ്പോൾ ആർക്കാ കൊടുക്കുക? സുനന്ദ എന്ന് പറഞ്ഞ അവൾ പറഞ്ഞു. അവൾ ശിവൻ്റെ ആളാണ്, മഹാദേവന് കൊടുക്കാം. അപ്പോൾ ലളിത അവൾ കൂട്ടുകാരി, അവൾക്ക് അത് പിടിച്ചില്ല. അവൾ പറഞ്ഞു അത് വേണ്ട, ശരിയാവില്ല. അതെന്താ? മൂപ്പര് അത് പൊട്ടിക്കുള്ളൂ. എന്താ മൂപ്പർക്ക് മാല പൊട്ടിക്കണം സുഖമുണ്ടോ? അല്ലേ, 2 സെറ്റപ്പല്ലേ. ഇവിടെയും പൊട്ടിച്ചു കൊടുക്കും. പൊട്ടിച്ചതിൻ്റെ ചന്തം പോയി. അതേ അല്ലേ? എന്നാ പിന്നെ വേണ്ട, എന്നാ നാരായണന് കൊടുത്താലോ? അസലേ, എന്നാ പിന്നെ ഇങ്ങേരാ വേദേ. അതെന്താ പരക്കുണ്ട്? മുരുകനോ? അത് പരശ്ശേലിയെ കുട്ടി, അപ്പുറത്തും ഇപ്പുറത്തും വള്ളിയും ദൈവാനി. അമ്മേ, ഈ ദേവന്മാരൊക്കെ എന്താ അപ്പം അങ്ങനെ? എന്നാൽ വല്ല സ്വാമിമാർക്ക് കൊടുത്ത അങ്ങനെ തോന്നൽ വന്നു. പാവം. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് ഹരഹര ശങ്കര ശിവശിവശങ്കര എന്നും പറഞ്ഞിട്ട് വരികയാണ് ആര്? ദുർവാസാമുനി. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ചൂടനാണ് കേട്ടോ, പക്ഷെ നല്ല സത്യകനാണ്, ശാന്തനാണ്. വേറൊരു ഭാവം അദ്ദേഹത്തിൻ്റെ, വലിയ ശാന്തതയും അനുഗ്രഹ കാതരനായിട്ടുള്ള വ്യക്തിയാണ്. സാഷ്ടാംഗം വീണ്, സ്വാമിജി ഞങ്ങളുടെ ഈ ഒരു ഹാരം സ്നേഹപൂർവ്വം അങ്ങ് സ്വീകരിച്ചാൽ ഞങ്ങൾക്കൊരു സന്തോഷമാവും എല്ലാവരും കൂടി. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നു കൊടുത്തു, കഴുത്തിലിടാൻ അങ്ങോട്ട് നിന്നു കൊടുത്തു. അവരത് കഴുത്തിലിട്ട് കൊടുത്തു. സന്തോഷമായി. അതെങ്ങനെ അറിയോ? കൊടുക്കുന്ന സാധനത്തിൻ്റെ മൂല്യമല്ല പ്രധാനം, കൊടുക്കുന്ന ആളുടെ ഭാവമാണ് പ്രധാനം. ശരിയല്ലേ? അപ്പോൾ മഹാത്മജിക്ക് ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഒരു സമ്മാനം കൊടുത്തു. എന്താ സമ്മാനം അറിയോ? ഒരു കടലാസ് പെൻസിൽ. അതിൻ്റെ 2 സൈഡും ചെത്തിയിട്ട് ആട്ടുംകാട്ടന്മാർ ഇത്രയേ ഉള്ളൂ. പക്ഷേ പുള്ളിയത് 6-7 വർഷം സൂക്ഷിച്ചു എന്നാണ് പറഞ്ഞത്.
ഒരു ദിവസം എലിയേറ്റ് അത് എടുത്തു കൊണ്ടുപോയി. സങ്കടമായി. 3-4 ദിവസം ഊണ് കഴിച്ചില്ല എന്നാണ് പറയുക. ആ സങ്കടം കൊണ്ട്. പെൻസിൽ വാങ്ങാൻ ഗതിയില്ലാണ്ടാണോ? അല്ല, അത് താല്പര്യമാണെന്ന് പറയാം അല്ലേ? ഒരു വ്യക്തി കൊടുക്കുന്ന ആളുടെ മനസ്സിൻ്റെ ഭാവം. അപ്പോൾ ഈ സ്ത്രീകൾ സ്നേഹപൂർവ്വം ആ മാലയും അങ്ങോട്ട് കൊടുത്തപ്പോൾ ദുർവാസാമുനി വളരെ സ്നേഹത്തോടെ ആദരവോടെ അതിനെ അങ്ങോട്ട് സ്വയം അണിഞ്ഞു. അദ്ദേഹം അങ്ങനെ നടന്നു പോവുകയാണ് ശിഷ്യന്മാരുമായിട്ട്. അപ്പോഴാണ് നന്ദനോദ്യാനത്തിൻ്റെ വേറൊരു കോണിൽ ഇന്ദ്രൻ, രംഭ, ഉർവശി, തിലോത്തമാമേടം ഇവരൊക്കെ പാട് കൂടിയിട്ട് നിർത്തിയെങ്കിൽ എന്താണ് ചകരപന്തലിൽ അങ്ങനെ. അപ്പോൾ സ്വാമിയുടെ ശബ്ദം കേട്ടപ്പോൾ, ഹരഹരശങ്കര എന്നുള്ള നാമം കേട്ടപ്പോൾ അദ്ദേഹം വേഗം ചാടി പിടിച്ചെണീച്ചു, വസ്ത്രമൊക്കെ ശരിയാക്കി നോക്കി. സ്വാമിജി ഹരി ഓം. സ്വാമിജി നമസ്തേ. ആ നമസ്തേ ഇന്ദ്രൻ. എന്താ ഇവിടെ? ഞാൻ ഇവിടെ ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആ ശരി ശരി നടക്കട്ടെ. ആ സ്വാമിജി ഇപ്പോൾ കുറേയല്ലോ സ്വാമിജിയെ കണ്ടിട്ട്. ആ അതെ ശരിയാണ് ഇന്ദ്ര, കണ്ടപ്പോൾ കണ്ടതാ. അതന്നെ കണ്ടപ്പോൾ കണ്ടതാ എന്ന് പറഞ്ഞാലും ഇദ്ദേഹത്തിൻ്റെ നോട്ടം മുഴുവൻ എവിടേക്കാ? മാലയിലേക്കാണ്. കാരണം ഒരു വ്യക്തിക്ക് മനസ്സ് ഏതിൽ ആകർഷമാണോ അവിടേക്ക് നോട്ടം പോകും അല്ലേ? ശരിയല്ലേ? ഇപ്പോൾ നല്ലൊരു സാരിയോ അല്ലെങ്കിൽ നല്ല ചുടിദാറോ അങ്ങനെ എന്തെങ്കിലും ഒരു വസ്ത്രം ഇട്ടിട്ട് പുതിയൊരു വെറൈറ്റി ഡ്രസ്സ് ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അതിനോട് ഭ്രമമുള്ള ആളുകളുടെ നോട്ടമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് നോക്കി എവിടുന്ന അടുത്ത്. അതെ കന്യക എന്ന അതെ അല്ലേ, വെറൈറ്റി സാധനങ്ങളുണ്ടല്ലേ. അവരുടെ താല്പര്യം അങ്ങനെയാണ്. മോതിരോ കാര്യങ്ങളോ താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ ഈ കല്ല് എന്ത് കല്ല, ചിലർക്ക് അങ്ങനെ താല്പര്യം. ഇങ്ങനെ ഇദ്ദേഹത്തിനെ എങ്ങനെ നോക്കുന്നുവെങ്കിലും വർത്തമാനം പറയുന്നുവെങ്കിലും ദൃഷ്ടി മുഴുവൻ ഈ ഹാരത്തിലേക്കാണ് എന്ന് മനസ്സിലായിട്ടുള്ള ദുർവാസാവ് പറഞ്ഞു, ഇന്ദ്ര തനിക്ക് താല്പര്യമുണ്ടോ? എന്തോ വെച്ചോളൂ. ഊരി നേരെ ഇന്ദ്രനോട് കൊടുത്തു എന്നാണ്. മഹാത്മാക്കൾക്ക് ഒന്നിനോട് മമതി ഉണ്ടാവില്ല. കാരണം മറ്റേ ആളൊരു സ്നേഹത്തോടു കൂടി തന്നത് സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. വേറെ ആളത് കൊതിക്കുന്നു എന്ന് പറഞ്ഞാൽ കൊടുത്തു, അത്രയും അറ്റാച്ച്മെൻ്റ് ഇല്ല, ഒന്നിനോടും ഭ്രമമില്ല അവർക്ക്. ഏതായാലും ഇന്ദ്രൻ അത് വാങ്ങിയെന്നല്ല, അതിനെ ഉടനെ അത് അനുഭവിക്കുകയല്ല ചെയ്തത്. തൻ്റെ ഹസ്തിയുടെ മസ്തകത്തിൽ വെച്ചു, ആനയുടെ മസ്തകത്തിൽ വെച്ചു. പക്ഷേ ഒരു പ്രശ്നം ഇതിലുണ്ടായി. എന്തറിയോ? നല്ല ഫ്രഷായിട്ടുള്ള പൂക്കളായതുകൊണ്ട് ഇതിൽ തേൻ പോയിട്ടില്ല. അത് നുകരാനും മറ്റുമൊക്കെ ആയിട്ട് വണ്ടുകൾ ഇങ്ങനെ ഇതിനെ ചുറ്റിപ്പറ്റി വന്നു. ഈ ആനയ്ക്ക് വണ്ടിൻ്റെ മുകളിൽ വലിയ ഇറിറ്റേഷനാണ്. നമ്മളെ മാതിരിയല്ല, നമുക്കിഷ്ടമാണ് അല്ലേ വണ്ടൊക്കെ വന്ന് തലയെ കൂടെ അങ്ങനെ ചുറ്റി. ഇഷ്ടാവുമോ? ആർക്കും ഇഷ്ടാവില്ല. ഇതിങ്ങനെ വന്ന് ഇങ്ങനെ മുകളിൽ കണ്ടപ്പോൾ ആനയുടെ തലയങ്ങോട്ട് കുടഞ്ഞു. തലയെ കുടഞ്ഞപ്പോൾ വണ്ട് വീണ്ടും ആ പൂമാലയെ ചുറ്റി നിൽക്കും. ഈ വണ്ടിനെ ചവിട്ടാൻ വേണ്ടിയിട്ടാണ് പാവം ആ മാലയെ അങ്ങോട്ട് ചവിട്ടി അരച്ചു. ഈ മാല കൊടുത്തിട്ട് പോയ സ്വാമി ഒരു 4-5 അടി നടന്നതിന് ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണ്? താൻ കൊടുത്ത ഹാരത്തെ അവമാനിക്കുന്നതായിട്ട് കണ്ടു. അത് അദ്ദേഹത്തിന് വലിയൊരു വിഷമമായി. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ട്, വീട് കുടിയിരിപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർ വയ്ക്കും സാന്നിധ്യം തന്നെ സമ്മാനം എന്നൊക്കെ പറയും. എന്നാലും എങ്ങനെ വെറുതെ പോവുക എന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോകും അല്ലേ? പക്ഷെ അധികം ആളുകളുടെ ക്ലോക്കൊക്കെയാണ് കൊണ്ടുപോകുക പാവം. അവർ ഈ കൊണ്ടുപോയ സാധനത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ക്ലോക്കാണ്, സ്റ്റോർ റൂമിൽ നിറയെ ക്ലോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത ആളുടെ മനസ്സിന് എത്ര വിഷമമുണ്ടാവും ആലോചിച്ച് നോക്കൂ. അതേസമയം 12 സൂചി ഉണ്ടല്ലേ, നന്നായി കേട്ടോ എന്ന് പറഞ്ഞാൽ സന്തോഷമായി. ഇത്രയേ ഉള്ളൂ, ഒന്ന് മാനിക്കുക. പക്ഷെ ഇവിടെ മാനിക്കുകയല്ല ചെയ്തത്, അപമാനിക്കുകയാണ്. അതിൽ അദ്ദേഹത്തിന് അങ്ങോട്ട് ക്രോധം വന്നു. അപ്പോൾ താൻ കൊടുത്തൊരു സാധനത്തിനെ ഇത്രയും വിലയില്ലാതെ കണ്ട് പെരുമാറി അതിന് ആനയെ കൊണ്ട് ചവിട്ടി അരപ്പിച്ചുവെങ്കിൽ അത് സത്യത്തിൽ അത് തന്നെ ചവിട്ടി തേച്ച മാതിരിയാ. ക്രുദ്ധനായിട്ടുള്ള ദുർവാസാവ് പറഞ്ഞു, സൗന്ദര്യാഭിമാനം കൊണ്ടും വലിയൊരു കേമനാണെന്നുള്ളൊരു അഹങ്കാരം കൊണ്ടാണ് നീ ഈ പണി ചെയ്തത്. അതുകൊണ്ട് നിന്റെ സർവ്വ സൗന്ദര്യവും വിഭൂതികളും നശിച്ചു പോകാൻ ഇടവരട്ടെ. നീയും നിന്റെ കൂട്ടക്കാരും ജരാനരകളാൽ ബാധിതരായി തീരട്ടെ. നിനക്ക് സ്വർഗഭ്രംശം സംഭവിക്കട്ടെ. പോയി, സ്ഥാനവും പോയി, ഉണ്ടാക്കിയ ആ വിഭൂതികളും പോയി, ജരാനരകൾ ബാധിക്കുകയും ചെയ്താൽ പിന്നെന്താ? വിഷമായി, ആകെ പ്രയാസപ്പെട്ടു. വല്ലാത്തൊരവസ്ഥയായി. ഗുരുനാഥനെ വിളിച്ച് കരഞ്ഞു. ഗുരുനാഥൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചിട്ട് രക്ഷയില്ല. ബ്രഹ്മദേവനെ ഒന്ന് കണ്ട് അദ്ദേഹത്തിനോട് പറയൂ. നേരെ ചെന്നു ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി. വയ്യ, ജരാനരകൾ ബാധിച്ചു. രംഭേനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നീരിട്ടിൽ ഈ സൈഡിലത്തെ ചാലിൻ്റെ കുണ്ടുമാരി അമ്മനെ കവിളൊക്കെ കൊട്ടിയിട്ട് ആ ഒരു കോലത്തിലായി. ഇന്ദ്രനൊക്കെ ഭഗവാനെ കയറത്തുണി പിഴിഞ്ഞ കോലത്തിലായി. ഇന്ദ്രൻ വടിയൊക്കെ കുത്തിയിട്ട് അങ്ങനെ നടന്നിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുക. പടിക്കെട്ട് ഇങ്ങനെ കയറുമ്പോൾ പറഞ്ഞു, കാരണവരെ നോക്കി കയറൂ. ഞാൻ കാരണവരല്ല, ഇന്ദ്രനാ.
ആളിനെ കണ്ടിട്ട് അറിയില്ലേ, അത്ര മഹാമോശമായിരിക്കണ കോലെന്ന് പറയാണ്. എന്തു പറ്റി എന്ന് ചോദിച്ചു. പറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓ, അദ്ദേഹം രുദ്രാംശമാണ്. ദുർവാസാവ് മഹാദേവൻ്റെ അംശമാണ്. മഹാദേവനെ കണ്ട് അതിനൊരു പരിഹാരത്തിന് വേണ്ടി പരിശ്രമിച്ചോളൂ. എല്ലാവരും നേരെ കൈലാസപതിയായിട്ടുള്ള മഹാദേവനെ കാണാനായിട്ട് ചെന്നു. ഭഗവാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചാൽ രക്ഷയില്ല. രക്ഷ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണത് ഇപ്പോൾ പാൽക്കടലിൽ പോയിട്ട് ഇതൊക്കെ മറയട്ടെ എന്നല്ലേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാപം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ പാൽക്കടൽ കടഞ്ഞെടുക്കുക, അല്ലാതെ ഇപ്പോൾ വേറെ ഇപ്പം എന്തായാലും വഴി. ഭഗവാൻ എങ്ങനെ വാക്കുകൊണ്ട് കുത്തി കൊല്ലരുത് കേട്ടോ. കാരണം തന്നെ നടക്കാൻ തന്നെ വയ്യ ഞങ്ങൾക്ക്. എങ്ങനെ ഇപ്പോൾ ഈ പാൽക്കടൽ കടയുക? ഒരു കാര്യം ചെയ്യാം, നമുക്കെന്നാലേ മഹാവിഷ്ണു ഇന്ന് കാണാം. അദ്ദേഹം എന്തെങ്കിലും ഒരു സൂത്രം പറയാതിരിക്കില്ല. പോവാ, ഞാനും വരാം. അദ്ദേഹം കൂടി ഇവരൊപ്പം കൂടി നേരെ വൈകുണ്ഠനാഥനെ കണ്ടു.